വംശനാശ ഭീഷണി നേരിടുന്ന ഒരു പക്ഷിക്ക് പടിഞ്ഞാറൻ രാജസ്ഥാനിൽ നിർമ്മിക്കുന്ന ഒരു സിംഗിൾ മോൾട്ട് വിസ്കി കമ്പനി രക്ഷകനാവുന്നു. ഒരു കാലത്ത് ധാരാളമായി ഉണ്ടായിരുന്ന പക്ഷിയാണ് ഗോഡ്വാൻ അഥവാ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്. ഇന്ന് 100-ലും താഴെയാണ് ഇവയുടെ എണ്ണം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ 1994 ഇതിനെ വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയായി പ്രഖ്യാപിച്ചത്. ഒരിക്കൽ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാകാനുള്ള മത്സരത്തിൽ മുന്നിലുണ്ടായിരുന്ന പക്ഷിയാണിത്. ഗ്ലോബൽ സ്പിരിറ്റ് കമ്പനിയായ ഡിയാജിയോ ഇപ്പോൾ ഗോഡവാന്റെ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി പുത്തൻ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ആൽവാറിലാണ് ഡിയോജിയുടെ ഗോഡവാൻ എന്ന സിംഗിൾ മോൾട്ട് വിസ്കി നിർമ്മിക്കുന്നത്. 2022 മാർച്ചിലാണ് അവർ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ചത്. ഇതിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് 2023 മെയ് മാസത്തിൽ ലിമിറ്റഡ് എഡിഷനായ ഗോഡവാൻ 100 പുറത്തിറക്കിയിരുന്നു. ഒരെണ്ണത്തിന് 92,000 രൂപയായിരുന്നു വില. ഇതിൽ ഓരോ ബോട്ടിലും ഗോഡവാൻ പക്ഷിയുടെ ചിത്രവും പതിപ്പിച്ചിരുന്നു. ബാർലിയിൽ നിന്നാണ് ഈ വിസ്കി ഉണ്ടാക്കുന്നത്. നിലവിൽ ഇന്ത്യയുടെ പരിസ്ഥിതി മന്ത്രാലയവുമായി ചേർന്ന് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ ആവാസ വ്യവസ്ഥകളായ ഗ്രാസ് ലാൻഡുകൾ ഉൾപ്പെടെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ കമ്പനി ആരംഭിച്ചു കഴിഞ്ഞു. ഈ പക്ഷികൾക്ക് പ്രജനനം നടത്താനുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം അതിന്റെ അതിജീവനത്തിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഡിയോജിയോയുടെ പദ്ധതി. റോയൽ ബംഗാൾ കടുവകളെ വംശനാശത്തിന്റെ വക്കിൽ നിന്ന് നേരത്തെ സംരക്ഷിച്ചുകൊണ്ടുവന്നിരുന്നു. ഈ പാത പിന്തുടർന്ന് ഗോഡവാനെയും സംരക്ഷിക്കാൻ കഴിയുമെന്നാണ് ഡിയാജിയോയുടെ പ്രതീക്ഷ. ജില്ലാ ഫോറസ്റ്റ് ഓഫീസറിന്റെ സഹായത്തോടെ ഡിയാജിയോ ജയ്സൽമാറിലെ പൊക്രാനിൽ 200 ഏക്കറോളം ഭൂമി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഗോഡവാന്റെ വാസസ്ഥലമാണ്. വിഷ്ണു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഗോഡവാൻ പക്ഷികൾക്ക് ഇണചേരാനും മുട്ടയിടാനുമുള്ള അവസ്ഥ ഉണ്ടാക്കാനാണ് ശ്രമം. പറക്കുന്ന പക്ഷികളിൽ ഏറ്റവും ഭാരമേറിയവയാണ് ഗോഡവാൻ. 15 കിലോഗ്രാമോളം ഭാരമുള്ളവയ്ക്ക് 1.2 മീറ്റർ ഉയരത്തിൽ പറക്കാൻ കഴിയും. നീണ്ട കാലുകൾ, ബ്രൗൺ നിറം, നീണ്ട കഴുത്ത് എന്നിവയാണ് ഇവയുടെ പ്രത്യേകത.